മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ കവിതയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. കവിതയുടെ പേര് ജീവനുള്ള പാട്ട്. ആരുടെ കവിതയാണെന്നറിയാമോ? ജി കുമാരപിള്ളയുടെ കവിത ജീവനുള്ള പാട്ട്. നമുക്കാദ്യം കവിയെ പരിചയപ്പെടാം. ജി കുമാരപിള്ള. അദ്ദേഹം 1932 ജനിച്ചു, 2000 അന്തരിച്ചു. നിങ്ങൾ ആധുനിക കവിത്രയം, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ വള്ളത്തോളിലെ ദേശീയത വിഷയമാക്കി കവിത എഴുതിയ കവിയാണ് വള്ളത്തോൾ. വള്ളത്തോളിൻ്റെയും ചങ്ങമ്പുഴയുടെയൊക്കെ ആ കാവ്യ പാരമ്പര്യത്തെ ആധുനിക കവിതയുമായി ബന്ധിപ്പിച്ച കവിയാണ് ജി കുമാരപിള്ള. അദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്. ജന്മസ്ഥലം വെന്നിമല. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ ഏതൊക്കെയാണ്? അരളിപ്പൂക്കൾ, മരുഭൂമിയുടെ കിനാവുകൾ, ഓർമ്മയുടെ സുഗന്ധം, കവിത, സപ്തസ്വരം തുടങ്ങിയവ പ്രധാന കവിതാ സമാഹാരങ്ങളാണ്. പിന്നെ മറ്റെന്തൊക്കെ നിങ്ങൾക്കറിയാം ജി കുമാരപിള്ളയെക്കുറിച്ച്? അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അതേപോലെ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, ഇവിടെയൊക്കെ അദ്ദേഹം അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായ കവിയാണ് ജി കുമാരപിള്ള. ഒരു കാട്ടുപുൽത്തണ്ടിൽ നിന്നും ഉദാത്തമായ ഗാനങ്ങൾ ഉതിർക്കുന്ന ഒരു ഗായകനെക്കുറിച്ചുള്ള കവിതയാണ് ജീവനുള്ള പാട്ട്. എന്താ കാട്ടുപുൽത്തണ്ട് എന്ന് പറഞ്ഞാൽ? കാട്ടുപുൽത്തണ്ട് എന്നാൽ ഓടക്കുഴൽ. പൂർണ്ണമായും പ്രകൃതിക്കിണങ്ങിയ ഒരു സംഗീതോപകരണമാണ് ഓടക്കുഴൽ. സുഷിരവാദ്യം എന്ന വിഭാഗത്തിലാണ് ഇത് പെടുന്നത്. എന്താ സുഷിരം എന്ന് പറഞ്ഞാൽ? ഓട്ടകൾ അല്ലേ? ഈറയുടെയോ അതേപോലെ മുളയുടെയൊക്കെ വണ്ണം കുറഞ്ഞ തണ്ട് കൊണ്ടാണ് ഓടക്കുഴൽ ഉണ്ടാക്കുന്നത്. ഒരറ്റം തുറന്നിരിക്കും, മറ്റേ അറ്റം അടഞ്ഞിരിക്കും. ഒരു ഭാഗം തുറന്നിട്ടും മറ്റേ ഭാഗം അടഞ്ഞിട്ടും ഒരു നാളി പോലെയാണ് ഇത്. അടഞ്ഞ അറ്റത്തിനടുത്ത് തുളച്ചുണ്ടാക്കിയ ഒരു സുഷിരമുണ്ട്. സുഷിരം എന്ന് പറഞ്ഞാൽ ഓട്ട. അതിൽ വായ ചേർത്തുകൊണ്ട് ഗായകൻ ചെറുതായി ഊതുമ്പോഴാണ് മനോഹരമായ ശബ്ദമുണ്ടാവുന്നത്. കുഴലിൽ തുറന്ന അറ്റത്തിനോടടുത്ത് 6 or 7 സുഷിരങ്ങൾ നമുക്ക് കാണാം. ഗായകൻ തൻ്റെ വിരലുകൾ ഈ സുഷിരത്തിൽ ചേർത്തും അടച്ചും സ്വരത്തിൻ്റെ സ്വരവിശേഷം ജനിപ്പിക്കുന്നു അല്ലേ? അതായത് ഈ വിരലിങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ മനോഹരമായ ശബ്ദം ഇതിനുള്ളിൽ നിന്ന് ഉണ്ടാകുന്നത്. ശ്രീകൃഷ്ണൻ്റെ ഗാനോപകരണം എന്ന നിലയിൽ ഓടക്കുഴലിന് ഭാരതീയ സാഹിത്യത്തിലൊക്കെ നല്ല സ്ഥാനമുണ്ട് അല്ലേ? ശ്രീകൃഷ്ണനൊക്കെ നമ്മളെപ്പോഴും കാണുമ്പോഴും കയ്യിൽ എന്തുണ്ടാവും? ഒരു ഓടക്കുഴലുണ്ടാവും. ഓടക്കുഴൽ നാദം എത്രയോ കവികളെയും അതേപോലെ ഗാനരചയിതാക്കളെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. കണ്ണൻ്റെ മനോഹരമായ ഓടക്കുഴൽ നാദത്തെ വർണ്ണിച്ചെഴുതിയ കവിയാണ് ചെറുശ്ശേരി. ജീവനുള്ള പാട്ട് എന്ന കവിതയിൽ കാട്ടുപുൽത്തണ്ടിൽ നിന്നും അത്ഭുതകരമായ ഗാനം പുറപ്പെടുവിച്ച ഗന്ധർവ ഗായകനെയും അയാളുടെ പാട്ടിനെയും പുകഴ്ത്തുകയാണ് ജി കുമാരപിള്ള. കവിതയുടെ ആശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം.